ಇಂಡೋರಲ್ಲಿ ಅವರು ವಿಡಿಯೋಸ್ ഉണ്ടാക്കിയിട്ട് അതിനാல ഒരു കോമഡി ബ്ലോഗ് ആക്കുന്നതായ ഈ കാസർഗോഡ് ഭാഗത്തുള്ളത് വർച്ചങ്ങ അപ്പോ നായ ആറാമല്ല, നായിന്റെ ബായില് മാത്രം നജസ് ഉള്ളത്. ഓക്കെ, നായിന്റെ പുറത്ത് ടച്ച് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ നജസ് നായിനെ അങ്ങനെ ആയിട്ട് കാണരുത്. വായി മാത്രം ടച്ച് ആയി കഴിഞ്ഞാൽ, അഥവാ ടച്ച് ആയി കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കഴിക്കാൻ മതി. അത് വേറെ കാര്യം. അതെന്തിനാ നമ്മളെ ഇതിലെ വൈറസ് കയ്യിലായിട്ടുണ്ടെങ്കിൽ പോവാന്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഹറാമിന്റെ സാധനമൊന്നും അല്ല. അപ്പൊ അറിയാത്തവർക്ക് പറഞ്ഞതാണ്. ഓക്കെ, മുട്ട ഇട്ടത് ലാസ്റ്റ് ചൊല്ല ನಾನು ನಾಯಿಯ ಮುಟ್ಟ ಒಳ್ಳಲ್ಲಿ ನಾಯಿ ತೊಡಗ ಹರಾಮು ಜೊತೆ ಇಸ್ಲಾಮಿಲಿಲ್ಲವ ನಾಯಿ ತೊಡಗ ಹರಾಮು ಜೊತೆ ಇಸ್ಲಾಮಿಲಿಲ್ಲ. ನಾಯಿ ಬಾಯಿಗಿಟ್ಟ ಪಾತ್ರ ತೊಡಗ ಮಾತ್ರ ಹರಾಮು. ನಾಯಿ ಬಾಯಿಗೆ ಬಂದ ಚೊಲ್ಲ ಅದು ಮಾತ್ರ ಹರಾಮು. ഇത്ര മാത്രം ഹറാമായിരിക്കും. നായി തുടങ്ങ തീരാന്നില്ല. അവർ ഇതിന്റെ ജവാബ് എന്തിന് യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും നായി എന്നത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم طهور إناء أحدكم إذا وضع فيه القلب. ഒരു പാത്രം, ആ പാത്രത്തിക്ക് നായി ബായിട്ടത് ഏതാ ഒന്നിരിക്കലോ ബായിട്ടത് ഇല്ലെങ്കിൽ ഏതെങ്കിലും നായിലെ അവയവങ്ങൾ കാല കൈ അതിലെ കയ്യ ഇല്ലെങ്കിൽ അതിലെ ഡീലമ മൂത്തു ഏതൊക്കെ ആ പാത്രത്തിക്ക് ഇട്ടത് ഇട്ടെന്ന് കണ്ടെങ്കിൽ അതിന് 7 വട്ടം കൽകണം. എങ്ങനെ കൽകണോ ഫുഖഹാക്കന്മാർ വിശദീകരിക്കുന്നത് ആ പാത്രത്തിൽ ഇന്ന് തന്നില്ലേ അതിനെ നിങ്ങൾ കാലിയാക്കണം. കാലിയാക്കിയത് 7 വട്ടം പിന്നെ കൽകണോ എന്ന് മാത്രമല്ല. എങ്ങനെ ഊലാഹുൻ നബി തുറാബി, ഇത് ഹദീസിലുള്ളത് എക്സ്പ്ലെയിൻ ആക്കാൻ. ഊലാഹുൻ നബി തുറാബി ഒരു വട്ട എന്തിൽ കൽകണോ മണ്ണ് കൊണ്ട് കലർന്നപ്പെട്ട മണ്ണ് മിശ്രിതമായ തന്നിൽ കൽകണോ. ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമുള്ള ഒരു ഹദീസ്. വേറൊരു ഹദീസ് ആ ബാലുഹും വബാലുൽ കിലാബ്. നിങ്ങൾ കടിക്കിற നായില്ലേ, പിരാന്ത് നായില്ലേ, ആ നായിനെ കൊല്ലറും. അഷ്റഫുൽ ഖൽഖായ മുത്തുനബി കരുണ എന്നുള്ളത് പരിപാടി തന്നെ ലോകത്തേക്ക് പരിപാടി തന്നെ മുത്തുനബി തങ്ങൾ ചൊല്ലേ. നിങ്ങൾ നായില്ലേ, കടിക്കിற നായില്ലേ, ആ നായിനെ എന്താ കറു നിങ്ങൾ കൊല്ലറോ എന്ന് മാത്രമല്ല. ഒരു 2 നായിക്ക് ഓഫർ കൊടുക്കറോ. ഒന്നാമത്തെ നായി അതില് വേട്ടയാടുമ്പോ നായിനെ ചില വെക്കുന്നത് വേട്ടയാടുക കാടുക പോണില്ലേ, വേട്ടയാടുക പോയിട്ടാറും കാടുക വേട്ടയാടുക പോണില്ലേ. അപ്പൊ ആ പോകുമ്പോ ആര് ഇത് പിടിക്കാറ്, നായിനെ പിടിച്ചിട്ട് എന്താക്കാറ് വേട്ടയാടുക വേണ്ടി ഉപയോഗമാക്കാറ്. അങ്ങനെ എന്താക്കാം, അങ്ങനത്തെ വേട്ടയാടുക വേണ്ടിയിട്ട് നായിനെ എന്താക്കാം ഒരു മുസ്ലിമായ മനുഷ്യ ഭക്ത ഒന്നും. രണ്ടാമത് ഒരു മനുഷ്യ തോട്ടം ഉണ്ട്, ആ തോട്ടത്തെ വാച്ച്മാൻ ആയിട്ട് നായരെ കാണാം എന്ന് കണ്ടാലും അതും ജായിസ്, അതും എന്താക്കാം നിർവഹിക്കാം. അങ്ങനത്തെ നായരും ഭക്ത. ഒരു നായരെ കെട്ടിവെച്ചെന്ന് കണ്ടെങ്കിൽ അപകടത്തിൽ അറിയാൻ പറ്റാറ് പിന്നെ ഇല്ല. ഇല്ലെങ്കിൽ ആ നായർ പുട്ടുവിട്ടെന്ന് കണ്ടെങ്കിൽ തോട്ടത്തിൽ ആ പരിസരത്ത് പുട്ടുവിട്ടെന്ന് കണ്ടെങ്കിൽ ആ തോട്ടത്തിൽ കക്കവ് പണിയില്ല. നായി ഇഷാറത്താക്കുന്നത് നമുക്ക് ഇത്രത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ നായി സാമാന്യമായ ജീവിയല്ല. നായി സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് കണ്ട് ഒരു ദുസ്വഭാവമുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ സ്വഭാവം മൊത്തം ദുഷിച്ച സ്വഭാവമായിരിക്കണം. ആ പെണ്ണ് എല്ലാവരും മൊത്തമുള്ള ഒരു ഹദീസ്. ആ പെണ്ണെന്താക്കാറ് തനിക്ക് ഭയങ്കര ദാഹിക്കുന്നത് പെണ്ണിന് മരുഭൂമിയിൽ സഞ്ചരിച്ചോണ്ടുള്ള ആ പെണ്ണെന്താക്കാറ് എല്ലാവരും ಗೊತ್ತಿല്ലേ സ്റ്റോറി. മരുഭൂമിയിൽ സഞ്ചരിച്ചോണ്ടുള്ള ആ പെണ്ണ് ഭയങ്കര തായ്ച്ച സന്ദർഭത്തിൽ ഒരു കിണക്കാണ്ട് ആ കിണക്ക് തന്നിട്ടു അടിയിൽ, പക്ഷേ എടുക്കുള്ള ഐറ്റം ഇല്ല. ആ പെണ്ണെന്താക്കാറ് കൊന്നിട്ട് തന്റെ ചൊറുപ്പില്ല. ആ ചെറുപ്പ് എന്താക്കാറ് ചെറുപ്പതും തന്റെ തുണി കെട്ടിട്ട് കെത്തുക മുക്കുറാൾ തന്നി എടുക്கிறாൾ കുടിக்கிறாள். കുടിച്ചിട്ട് ബാക്കി എന്താക്കാറ് അവൾക്ക് ഇട്ട് വിടുறாள், തൂഞ്ഞി വിടുறாள். ഈ തൂഞ്ഞതിൽ ഇതില്ലേ, ഈ തൂഞ്ഞതിൽ നനവില്ലേ, ഈ തൂഞ്ഞതിൽ ചണ്ടിയില്ലേ, ഈ ചണ്ടിയിൽ ഒരു നായി നക്കിയോണ്ടുണ്ട്. ഇത് കണ്ടപ്പോ ഈ പെണ്ണ് വിചാരിക്കണം പഠിച്ചറപ്പ നക്കിലുപടെ തായ്ച്ചതുപോലെ ഭയങ്കര താകായിത്തല്ല തായി തന്നി കിട്ടിയതപ്പ. അതുപോലെ തന്നെ ഇപ്പൊ നായിക്ക് താകായിട്ടുണ്ട്. ആന്ത ചെറിയൊരു കരുണ കാട്ടിയാണ്, ആറ് നിഷ്കളങ്കമായ കരുണ ആ പെണ്ണ് കാട്ടിയാണ്. ആ പെണ്ണ് കാട്ടിയത് കരുണ കാട്ടിയത് മാത്രമല്ല, തന്റെ അതേ ചെറുപ്പിനെടുത്ത് അതേ കെത്തിക്കെടുത്ത് തന്നി കോരി താറ് കൊടുത്താല് നായിക കൊടുത്താറ് നിഷേധിക്കുക ഒരാളെ കൊണ്ടും സാധ്യമില്ലാത്ത ഒരു ഹദീസ്. ആ പെണ്ണ് സ്വർഗത്തിലെത്തിക്കിടന്ന് മുത്തായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നായിയുടെ വിത്ത് നായിയുടെ കാരണത്താണ് ആ പെണ്ണ് എന്തെടുത്ത് സ്വർഗം കിട്ടും. അപ്പൊ നായിക തിരുവിടത്തീരോ ഇല്ല. രണ്ടാമത്തെ കാര്യം അസ്ഹാബുൽ കഹ്ഫിൽ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്ന ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നാല് ആ ചരിത്രമാണ് ചൊല്ലുക. സൂറത്തുൽ കഹ്ഫിൽ 3 ചരിത്രങ്ങൾ ചൊല്ലും. വലിയ ദൃഷ്ടാന്തമുള്ള 3 ചരിത്രങ്ങൾ. അതിൽ ഒരു ചരിത്രം അസ്ഹാബുൽ കഹ്ഫ്. കഹ്ഫ് ജനം ഗുഹയുടെ അർത്ഥം. അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളും ഗുഹയിൽ ഓർമ്മിച്ചു കൂടിയതായ വലിയ സ്വാധീനങ്ങളായ മനുഷ്യന്മാർ പേടിക്ക് എന്താക്കിയാൽ ആ ഭാഗത്തിൽ നിന്ന് ഓടിയാൽ, ആ രാജാവിൽ നിന്ന് തപ്പാണിക്ക് ഓടുമ്പോ ഇങ്ങനെ ബാക്കിൽ ഒരു നായം കൂടിത്തു. നിങ്ങളുടെ ബാക്കിൽ എന്താക്കിയത് ഒരു നായും കൂടിത്തു. നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ ഓടിത്ത് രക്ഷപ്പെടുമ്പോ ഒരു നായും നിങ്ങളുടെ ബാക്കിൽ കൂടിത്തു. ഈ പാലക്കാരുടെ ബാക്കിൽ നായി കൂടിത്തു.
നായി കൂടിയപ്പ ആ സമയത്ത് അതിൽപ്പെട്ട ഒരാളെന്താക്കിയാറ് അടി ഓടിയിട്ടാണ് നായിര് പോ നിങ്ങളെ ബാക്കിൽ പറയണ്ട ചത്തു പിന്നെ ഓടുവരുത് പിന്നെ നായി എന്താക്കി തിരിച്ച് പന്ത് പറയുന്നത് ചരിത്ര ചൊല്ലേ നിങ്ങൾ സ്വാലിഹീങ്ങല്ലേ നിങ്ങൾ അവരുടെ ദീനക്ക് വേണ്ടി നിലനിന്നല്ലേ അതുകൊണ്ട് നിങ്ങളുടെ பிரிசபட்சத்தை நீங்க போட்டு நான் பந்தோண்டுள்ள ஆறு சொல்றோம் நாய் சொல்றோம் ആ കാരണ നിമിത്ത നായി അങ്ങനെ ബാക്കിൽ നടക്കരുത് എന്ന് മാത്രമല്ല നായി അവസാനം അങ്ങനെ ഉൾഗത്തിൽ ഗുഹയിൽ നിൽക്കാറ് നായി ഗുഹയെ പുറത്ത് ഇങ്ങനെ കാൽ വെച്ച് നടക്കരുത് തെക്കരുത് ആ നായി സ്വർഗത്തിലേക്ക് ചെത്തും പരിശുദ്ധ ഖുർആൻ വിവരിക്കണം അപ്പൊ ആ നായിയുടെ പേര് കിച്ചുമേൽ നിങ്ങളൊരു അസ്ഹാബുൽ കഹ്ഫിന്റെ പേരില്ലേ ബദരീങ്ങളുടെ പേരില്ലേ ആ ബദരീങ്ങളുടെ പേര് രണ്ടുകൊണ്ടൊന്ന് നോക്കാൻ പോയിട്ട് കിച്ചുമേൽ ശ്രദ്ധിക്കരുത് കിച്ചുമേൽ നായിയുടെ പേര് ആ നായിയുടെ സ്വർഗത്തെ നായിന്റെ ചരിത്രത്തിൽ നമുക്ക് കണ്ട് അപ്പൊ നായിക അല്ലാതെ സ്വർഗം കൊടുത്തില്ലേ നായി എന്താക്കിയത് സ്വാലിഹിങ്ങളെ പിരിച്ചടിച്ചിട്ട് ഈ നായി നിങ്ങളെ മദ്ഹബ് വിഷയത്തിൽ പറഞ്ഞു പിന്നെ ഷാഫി മദ്ഹബ് ഹനഫി മദ്ഹബ് ഹംബലി മദ്ഹബ് മാലിക് മദ്ഹബ് നാലും കറക്റ്റ് നാലും ശരിയല്ല 4 മദ്ഹബും വ്യത്യസ്തമായ വീക്ഷണമുണ്ട് ഒന്നാമത് ഞങ്ങളുടെ മദ്ഹബ് ഷാഫി മദ്ഹബ് നായി എന്നുള്ളത് പന്നി എന്നുള്ളത് മൃഗങ്ങളുടെ കൂട്ടത്തില് സമ്പൂർണ്ണമായിട്ട് നജസാണ് തടി ഫുള്ളും നജസ് അതല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തട്ടയും കൊണ്ട് ഇവ തട്ടത്തിൽ അബദ്ധമായി ഓടോടിറങ്ങും നായി ഫുള്ള് നജസ് ഒന്നാമത് ഈ നായി ഫുള്ള് നജസ് ഉണ്ടാവുമ്പോ അപ്പൊ നായി നല്ല മേലേക്ക് താക്കിയെന്ന് കണ്ടെങ്കിൽ ഏൽപ്പെടെ കളകണം അവിടെ ഒരു പോയിന്റ് എന്തായിക്കണോ നനവുള്ളതോട് കൂടെ എന്റെ മേലേക്ക് താക്കണോ ഒരു നായി ഇങ്ങനെ സ്പർശിച്ചിട്ട് തന്റെ കാലിൽ നനവൊന്നുമില്ല ചണ്ടി വേണം ഒന്നിരിക്കലോ നായിയുടെ മേൽ ചണ്ടി വേണം ഇല്ലെങ്കിൽ തന്റെ കൈ ചണ്ടി വേണം നാണ് നായിയുടെ മേൽ തൊടുമ്പോ ആ നായിയുടെ മേൽ എന്തുണ്ടോ തന്റെ കൈ ചണ്ടിയില്ല നായിയുടെ മേൽ ചണ്ടി ഉണ്ടോ എന്ന് കണ്ടെങ്കിൽ നായത്ര ഇവിടെ കൽക്കണോ തന്റെ കയ്യില് 7 വട്ട കൽക്കണോ ഒന്നിരിക്കലോ ഞാൻ നായിയുടെ മേൽ തൊട്ടപ്പോ എന്റെ കയ്യിൽ എന്തായിട്ടില്ല ചണ്ടിയില്ല നായിയുടെ മേലും ചണ്ടിയില്ല കമ്പം മനസ്സമാരുടെ ഡോക്കിയേക്ക് അള്ളാഹുത്തിന്റെ ഡോക്കിയേക്കാവില്ലേ അത് ചണ്ടിയില്ലല്ലോ ഇല്ലല്ലോ ചെറുകാവില്ലല്ലോ അള്ളാഹുത്തിന്റെ മുഖം ചെറുകാവില്ലല്ലേ അവർ തോന്നി നായിയുടെ മേൽ ചണ്ടിയില്ല നിന്റെ കയ്യിലും ചണ്ടിയില്ല നോ പ്രോബ്ലം കൽകണ്ട നീടെ ടേക്സിന്റെ മേൽ നിങ്ങൾ ഒത്തിരി സീറ്റ് ഔട്ടർ മേൽ നായി പാസ് ആയിട്ട് പോകുന്നു അവ നായി സീറ്റ് ഔട്ടർ മേൽ പാസ് ചെയ്ത് പോകുമ്പോ ആ നായിനെ നിങ്ങൾ കണ്ടാൽ ആ നായിൽ എന്തുണ്ടോ ശരീരത്തിൽ ചണ്ടി ഉണ്ടോ ചണ്ടി തോന്നില്ല നനവുണ്ടോ നിങ്ങൾ സീറ്റ് ഔട്ടിൽ എന്തില്ല നനവും ഇല്ല ചണ്ടി ഇല്ല എന്ന് കണ്ടാൽ അതെന്താക്കണോ കൽകണോ നിങ്ങളുടെ സീറ്റ് ഔട്ടിൽ ചണ്ടിയില്ല നായും ഫ്രഷ് ആയ നായി എത്തിക്കട് എന്ന് കണ്ടാൽ എന്താക്കണ്ട കൽകണ്ട ഇത് കൽഗര വിഷയം ഷാഫി മദ്ഹബിലെ കൽഗര വിഷയം കൽഗത്ത് 7 വട്ട കൽകണം അതിൽ ഒരു വട്ട എന്ത് കൊടുത്തു മണ്ണ് കൊടുത്ത് കലർക്കപ്പെട്ട വെള്ളം മണ്ണ് മിശ്രണം ആക്കിയിട്ടുള്ള തന്നി കൊടുത്തു കാരണം മണ്ണ് ഒഴിച്ചിട്ട് തന്നി പിത്തരാണല്ല മണ്ണുക്ക് എന്താക്കോ ഇത് തന്നി എന്താക്കണോ മണ്ണിടണം അങ്ങനെ കൽക്കണോ പിന്നെ കൽക്കുമ്പോ വേറെ വിഷയം ശ്രദ്ധിക്കണോ ഒരു നായി എന്താക്കിയത് നായിരെ എന്തെങ്കിലും ബായിൽ നിന്ന് എന്തെങ്കിലും പന്തോട് പോകുന്നു നായിരെ ചൊല്ല അതിൽ എന്തോരോ മാരകമായ ഇതുണ്ടോ വൈറസുണ്ടല്ലോ അതിൽ നിന്നെന്തോ സാധനം അവിടേക്ക് പോകുന്നത് ആ പത്തിനിന്റെ പ്രശ്നം എന്താ കൊണ്ടുങ്ങ നജസല്ലേ അതിലും നജസ് അത് ഫുള്ള് നജസ് അതിനെ ഫസ്റ്റ് നീക്കും അതിനെ ഫസ്റ്റ് ഇല്ലാണ്ടാക്കണം പിന്നെ 7 വട്ട നിങ്ങൾ എന്താക്കണോ കൽക്കണോ അടുത്ത ഇതാ ഏറ്റവും അഫ്വലായത് അപ്പൊ മണ്ണ് കൊണ്ടത് മണ്ണ് ഫസ്റ്റ് ഉപയോഗിക്കണം ലാസ്റ്റ് ഉപയോഗിക്കണം പല വ്യത്യസ്തങ്ങൾ അഭിപ്രായമുണ്ട് ഫസ്റ്റ് ഉപയോഗിക്കാം ലാസ്റ്റ് ഉപയോഗിക്കാം ഫസ്റ്റ് ഉപയോഗിക്കാൻ നല്ലത് എന്ന് ചൊല്ലുകൊള്ള കാരണം ഫസ്റ്റ് ഉപയോഗിച്ചാന്ന് കണ്ടെങ്കിൽ പിന്നെ 6 വട്ട കൽക്കുമ്പോ അതെന്താ പറയുന്നത് പിന്നെ മണ്ണ് മൂழ்കി പോടും അതിൽ ഇത് മൂழ்കി പോടല്ലേ ആ കാരണത്താൽ ചൊല്ല പണ്ഡിതന്മാർക്കുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് ചൊല്ലപ്പെട്ടത് 7 വട്ട തണ്ണീർ കൽകണോ അത് 8ാമത്തത് പൊരിയായിട്ട് ഇതിൽ വേറെ അഭിപ്രായം 8ാമത്തതായിട്ട് എന്തിനു കൽകണോ മണ്ണിൽ കൽകണോ അതായത് ഒരു വട്ട 8 വട്ട കൽകണോ കണക്ക് ഏറ്റവും അഫ്വൽ ഏതങ്ങനെ 7 വട്ട തന്നിലേ കൽകണോ 1 മണ്ണിൽ കൽകണോ 8 വട്ട കൽകണോ ചൊല്ല് അഭിപ്രായം ഉള്ളോറും ഉള്ള ഇനി ഇത് ഇവിടെ ഷാഫി മദ്ഹബ് അപ്പൊ നായി എന്തല്ല നായിയുടെ ബായി മാത്രം നജസല്ല നായിയുടെ ശരീരം നനവുള്ള ഭാഗത്തോടുകൂടെ തൊടലോടുകൂടെ അതെന്താ ഒരു നജസ ഒരു അപ്പൊ നായിക്ക് റിസ്ക് കൊടുക്കുമ്പോ തീരാ ചൊത്തോ ആരും ചൊത്തില്ല ഹനഫി മദ്ഹബിലേക്ക് നോക്കാം കുറെ ഹനഫിക നായി ഭക്തരാണ് അപ്പൊ ഹനഫി മദ്ഹബിലേക്ക് നോക്കാം ഒരു അഭിപ്രായം ചൊല്ലാം ഹനഫി മദ്ഹബിലെ അഭിപ്രായം നോക്കുക നായിയുടെ ബായി കൊണ്ട് ചൊല്ലില്ലേ അത് നജസാണ് ഹനഫി മദ്ഹബ് കാര്യം ഹെഡിങ് മാത്രം சொல்றேன் ഇത് ഡീപ്പ് ആയിട്ടുള്ള ചർച്ച വേറുണ്ട് കേവല ഹെഡിങ് മാത്രം சொல்றேன் ഇത് ഡീപ്പ് ആയിട്ടുള്ള ഹനഫി മദ്ഹബിലുള്ള ചർച്ച വേറുണ്ട് നായിരെ ചൊല്ല നജസ് പക്ഷേ ആ അതിരെ മുടി എന്തല്ല നജസല്ല
നായയുടെ രോമം എന്തല്ല നജസല്ല. ഇതിക്കടെ ഹനഫി മദ്ഹബ് അർത്ഥ അപ്പൊ ഷാഫി മദ്ഹബ് ഇങ്ങനെ ഇരിക്കട്, ഹനഫി മദ്ഹബ് അങ്ങനെ ഇരിക്കട്. ഇനി ഒരാൾ നായയുടെ തൊട്ടത് എന്ന കാരണത്താൽ അയാളൊന്നും നരകത്തിലൊന്നും പോണില്ല, പേടിക്കണ്ട. നായ തൊട്ടൊക്കെ വലിയ തപ്പാക്കിയാണെന്നില്ല, അതൊന്ന് കഴിക്കാൻ കഴിച്ച്. കാരണം അതും നിങ്ങളെ പോലെ നിങ്ങളെ പോലെ എന്തോടും അള്ളാഹു തആല സൃഷ്ടിച്ച ജീവി മാത്രമേ